റിയൽമിയുടെ 41,000 രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്ന പുതിയ സ്മാർട്ട് ഫോണാണ് റിയൽമി GT6. അതുപോലെ തന്നെ OnePlusന്റെ 40,000 രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്ന സ്മാർട്ട് ഫോണാണ് OnePlus 12R. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് റിയൽമി GT6ഉം അതുപോലെ തന്നെ OnePlus 12Rഉം തമ്മിലുള്ള ഒരു കമ്പാരിസൺ ആണ്. നമ്മൾ ആദ്യം ഡിസ്പ്ലേയുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് ഫോണുകളിലും 6.78 ഇഞ്ചിന്റെ 1.5K റെസൊല്യൂഷനിൽ വരുന്ന ഡിസ്പ്ലേ തന്നെയാണ് വരുന്നത്. രണ്ട് ഫോണുകളിലും AMOLED ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. രണ്ട് ഫോണുകളിലും LTPO എന്നുള്ള ഫീച്ചറും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ രണ്ട് ഫോണുകളും വരുന്നത് കർവ്ഡ് ഡിസ്പ്ലേയുമായിട്ടാണ്. രണ്ട് ഫോണുകളിലും പഞ്ചോൾ ഡിസൈൻ ആണ് വരുന്നത്. പഞ്ചോൾ വരുന്നത് ടോപ്പ് സെൻറ്റർ ഭാഗത്തായിട്ടാണ്. രണ്ട് ഫോണുകളിലും 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഡോൾബി വിഷന്റെ സപ്പോർട്ടും 10-bit ഡിസ്പ്ലേ പോലുള്ള ഫീച്ചേഴ്സൊക്കെ രണ്ട് ഫോണുകളിലും വരുന്നുണ്ട്. ഈ രണ്ട് ഫോണുകളിലും 2160 Hz PWM ഡിമ്മിംഗ് എന്നുള്ള ഫീച്ചർ വരുന്നുണ്ട്. പിന്നെ ഒരു കാര്യം എന്താ വെച്ചാൽ റിയൽമിയിൽ പീക്ക് ബ്രൈറ്റ്നസ് 6000 നിറ്റ്സ് വരെ വരുന്നുണ്ട്. OnePlus 12Rൽ പീക്ക് ബ്രൈറ്റ്നസ് 4500 നിറ്റ്സ് ആണ് വരുന്നത്. അപ്പോൾ രണ്ട് ഫോണുകളും വളരെ കൂടി പീക്ക് ബ്രൈറ്റ്നസ് ഒക്കെ വരുന്നുണ്ട്. എന്നാലും നല്ല സൺലൈറ്റ് ഒക്കെ ഉള്ള കണ്ടീഷൻസിൽ ഫോൺ യൂസ് ചെയ്യുമ്പം കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് റിയൽമിയിൽ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. പിന്നെ OTT പ്ലാറ്റ്ഫോംസിലൊക്കെ OnePlusൽ ഡോൾബി വിഷന്റെ സപ്പോർട്ടും അതുപോലെ തന്നെ 10-bit ഡിസ്പ്ലേയുടെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എന്നാൽ റിയൽമി GT6ൽ ഈ ഒരു ഫീച്ചർ ഇപ്പം വരുന്നില്ല. ഭാവിയിൽ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വഴി ഇത് വന്നേക്കാം. അപ്പം ഇപ്പോഴത്തെ ഇതിൽ ഈ ഒരു കാര്യത്തിൽ OnePlusന് ഒരു അഡ്വാൻറ്റേജ് വരുന്നുണ്ട്. രണ്ട് ഫോണുകളുടെയും ഫ്രണ്ടിൽ ഗൊറില്ല ഗ്ലാസ് വിക്ടസ് 2ന്റെ പ്രൊട്ടക്ഷൻ തന്നെ കൊടുത്തിട്ടുണ്ട്. വളരെ മികച്ച പ്രൊട്ടക്ഷൻ രണ്ട് ഫോണുകളിലും വരുന്നുണ്ട്. അപ്പോൾ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്ലൈറ്റ്ലി ബെറ്റർ ആയിട്ടുള്ള പീക്ക് ബ്രൈറ്റ്നസ് റിയൽമി GT6ൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ OTT പ്ലാറ്റ്ഫോംസിൽ ഡോൾബി വിഷന്റെ സപ്പോർട്ടും 10-bit ഡിസ്പ്ലേയുടെ സപ്പോർട്ടൊക്കെ OnePlusലും വരുന്നുണ്ട്. ഇപ്പോൾ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ നിങ്ങൾ ഏത് സെലക്ട് ചെയ്യും എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ OnePlusന്റെ ഫോണുകളിൽ സാധാരണ കാണുന്ന അലേർട്ട് സ്ലൈഡർ എന്നുള്ള ഫീച്ചർ OnePlus 12Rൽ വരുന്നുണ്ട്. എന്നാൽ ഈ ഒരു ഫീച്ചർ റിയൽമി GT6ൽ വരുന്നില്ല. ഇത് എന്ന് പറയുന്നത് സൈഡിൽ ഒരു ബട്ടനാണ്. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ രണ്ട് ഫോണുകളിലും ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ കൊടുത്തിട്ടുണ്ട്. റിയൽമിയുടെ വെയിറ്റ് വരുന്നത് 199 ഗ്രാമാണ്. OnePlusന്റെ വെയിറ്റ് വരുന്നത് 207 ഗ്രാമാണ്. അപ്പം വെയിറ്റ് കമ്പാരിറ്റീവ്ലി കുറവ് റിയൽമി GT6നാണ്. പിന്നെ റിയൽമി GT6ന്റെ തിക്നെസ് വരുന്നത് 8.65 mm ആണ്. OnePlusന്റെ തിക്നെസ് വരുന്നത് 8.8 mm ആണ്. റിയൽമിയിൽ IP65 റേറ്റിംഗ് ആണ് സപ്പോർട്ട് ചെയ്യുന്നത്. OnePlusൽ IP64 റേറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സ്ലൈറ്റ്ലി ബെറ്റർ ആയിട്ടുള്ള IP റേറ്റിംഗ് റിയൽമിയിൽ വരുന്നുണ്ട്. രണ്ട് ഫോണിൻ്റെയും ബാക്കിൽ ഗ്ലാസ് ബാക്ക് ബോഡിയാണ് കൊടുത്തിരിക്കുന്നത്. എന്നാൽ റിയൽമിയിൽ പ്ലാസ്റ്റിക് ഫ്രെയിമേ വരുന്നുള്ളൂ. OnePlusൽ അലൂമിനിയം ഫ്രെയിമും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഈ ഒരു കാര്യത്തിൽ OnePlusന് ഒരു അഡ്വാൻറ്റേജ് വരുന്നുണ്ട്. പ്രോസസ്സറിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ റിയൽമിയിൽ സ്നാപ്ഡ്രാഗൺ 8s Gen 3 എന്ന പ്രോസസ്സറാണ് വരുന്നത്. OnePlusൽ സ്നാപ്ഡ്രാഗൺ 8 Gen 2 എന്ന പ്രോസസ്സറും വരുന്നുണ്ട്. ഇതിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള പ്രോസസ്സർ എന്ന് പറയുന്നത് റിയൽമി GT6ൽ വരുന്ന സ്നാപ്ഡ്രാഗൺ 8s Gen 3 എന്ന പ്രോസസ്സറാണ്. അപ്പോൾ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു പെർഫോമൻസ് അതിൽ ലഭിക്കുന്നതായിരിക്കും. രണ്ട് ഫോണുകളിലും 5G സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതിൽ റിയൽമിയിൽ 13 5G ബാൻഡ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. OnePlusൽ 15 5G ബാൻഡ്സും വരുന്നുണ്ട്. പിന്നെ OnePlusന്റെ ബേസ് വേരിയന്റിൽ 8GB റാമും 128GB ഇന്റേണലാണ് വരുന്നത്. എന്നാൽ റിയൽമിയുടെ ബേസ് വേരിയന്റിൽ തന്നെ 8GB റാമും 256GB ഇന്റേണലും വരുന്നുണ്ട്. OnePlusലും ഇങ്ങനെ ഒരു വെർഷൻ വരുന്നുണ്ട്. അപ്പം വില നോക്കുമ്പോൾ ഈ ഒരു ബേസ് വേരിയന്റിൽ എത്ര ഉണ്ട് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ റിയൽമിയിൽ നമുക്ക് 12GB റാം 256GB ഇന്റേൺ വെർഷനും 16GB റാം 512GB ഇന്റേൺ വെർഷൻ ലഭിക്കുന്നുണ്ട്. OnePlusൽ 16GB റാം 256GB ഇന്റേൺ വെർഷൻ വരുന്നുണ്ട്. പിന്നെ രണ്ട് ഫോണുകളിലും LPDDR5Xന്റെ റാമാണ് വരുന്നത്. റിയൽമിയിൽ UFS 4.0 സ്റ്റോറേജ് ടൈപ്പ് വരുന്നുണ്ട്. OnePlusൽ UFS 3.1 സ്റ്റോറേജ് ടൈപ്പേ വരുന്നുള്ളൂ. ബെറ്റർ ആയിട്ടുള്ള സ്റ്റോറേജ് ടൈപ്പ് റിയൽമിയിൽ വരുന്നുണ്ട്. പിന്നെ രണ്ട് ഫോണുകളിലും മെമ്മറി കാർഡ് സ്ലോട്ടും കാര്യങ്ങളൊന്നും വരുന്നില്ല. മെമ്മറി എക്സ്പാൻഡ് ചെയ്യാൻ പറ്റില്ല. രണ്ട് ഫോണുകളിലും IR ബ്ലാസ്റ്റർ എന്നുള്ള ഫീച്ചർ വരുന്നുണ്ട്. ഈ ഫോണുകൾ റിമോട്ടൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും. രണ്ട് ഫോണുകളിലും NFC-യുടെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. രണ്ട് ഫോണുകളിലും സ്റ്റീരിയോ സ്പീക്കേഴ്സ് കൊടുത്തിട്ടുണ്ട്. OnePlusൽ ഡോൾബി അറ്റ്മോസിന്റെ സൗണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ രണ്ട് ഫോണുകളിലും 3.5 mm മോഡി ജാക്ക് കൊടുത്തിട്ടില്ല. രണ്ട് ഫോണുകളും വരുന്നത് Android 14 ബേസ് ആയിട്ടുള്ള സോഫ്റ്റ്വെയറുമായിട്ടാണ്. റിയൽമിയിൽ റിയൽമി സോഫ്റ്റ്വെയർ കൊടുത്തിട്ടുണ്ട്. OnePlusൽ Oxygenol സോഫ്റ്റ്വെയറും വരുന്നുണ്ട്. സോഫ്റ്റ്വെയറിന്റെ കാര്യത്തിൽ നിങ്ങൾ ഏതാണ് പ്രിഫർ ചെയ്യുന്നത് എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് ഫോണുകളുടെയും പിന്നിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് കൊടുത്തിരിക്കുന്നത്. രണ്ട് ഫോണുകളിലും 50 MP മെയിൻ ക്യാമറ സെൻസർ കൊടുത്തിട്ടുണ്ട്. റിയൽമിയിൽ സോണി LYT808ന്റെ സെൻസറാണ്. OnePlusൽ സോണി IMX 890യുടെ മെയിൻ ക്യാമറ സെൻസറാണ് കൊടുത്തിരിക്കുന്നത്. രണ്ടിലും OSന്റെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. രണ്ട് ഫോണുകളിലും 8 MP അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് വരുന്നുണ്ട്. റിയൽമിയിൽ 50 MP ഒരു ടെലിഫോട്ടോ ലെൻസ് ആണ് വരുന്നത്. OnePlusൽ 2 MP മാക്രോ ലെൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. മൂന്നാമത്തെ സെൻസർ കുറച്ചും കൂടി യൂസ്ഫുൾ ആയിട്ടുള്ള സെൻസർ എന്ന് പറയുന്നത് റിയൽമിയിൽ വരുന്ന സെൻസറാണ്. ക്യാമറ കമ്പാരിസൺസ് നമ്മൾ മറ്റ് സൈറ്റുകളിൽ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. മനസ്സിലായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ റിയൽമിയിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള പോർട്രേറ്റ് ഫോട്ടോസ് വരുന്നുണ്ട്. പിന്നെ വീഡിയോ റെക്കോർഡിങ്ങിനും കുറച്ചും കൂടി ബെറ്റർ റിയൽമി ആയിരിക്കും. ബാക്ക് ക്യാമറയുടെ കാര്യത്തിൽ കുറച്ചും കൂടി ബെറ്റർ റിയൽമി ആയിരിക്കും എന്നൊക്കെ പറയാവുന്നതാണ്.
ഇനി സെൽഫി ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ റിയൽമിയിൽ 32 മെഗാ പിക്സൽ സെൽഫി ക്യാമറ ആണ് വരുന്നത്. വൺ പ്ലസിൽ 16 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ സെൽഫി ക്യാമറയുടെ കാര്യത്തിലും സ്ലൈറ്റ്ലി ബെറ്റർ റിയൽമി ആയിരിക്കും. കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള വീഡിയോ റെക്കോർഡിംഗ് ഒക്കെ ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ ക്യാമറയുടെ കാര്യം ഓവറോൾ നോക്കുമ്പോൾ റിയൽമി ആയിരിക്കും കുറച്ചും കൂടി ബെറ്റർ. പിന്നെ റിയൽമിയിൽ 5500 mAh ബാറ്ററിയാണ് വരുന്നത്. വൺ പ്ലസിലും 5500 mAh ബാറ്ററി കൊടുത്തിട്ടുണ്ട്. ബാറ്ററി കപ്പാസിറ്റിയുടെ കാര്യത്തിൽ വലിയൊരു ഡിഫറൻസ് വരുന്നില്ല. റിയൽമിയിൽ നമുക്ക് 120 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് ലഭിക്കുന്നുണ്ട്. വൺ പ്ലസിൽ 100 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടാണ് വരുന്നത്. അപ്പോൾ സ്ലൈറ്റ്ലി ബെറ്റർ ആയിട്ടുള്ള ചാർജിങ് സ്പീഡ് റിയൽമിയിൽ വരുന്നുണ്ട്. പിന്നെ രണ്ട് ഫോണുകളുടെയും ബോക്സിൽ ചാർജർ കൊടുത്തിട്ടുണ്ട്. രണ്ട് ഫോണുകളിലും ടൈപ്പ് സി ചാർജിംഗ് പോർട്ടാണ് വരുന്നത്. അപ്പം ബാറ്ററിയുടെ കാര്യത്തിൽ കുറച്ചും കൂടി ബെറ്റർ റിയൽമി ആയിരിക്കും. കാരണം കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു ചാർജിങ് സ്പീഡ് ഇതിൽ വരുന്നുണ്ട്. അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. ഇനി വിലയുടെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ രണ്ട് ഫോണുകളിലും കോമൺ ആയിട്ടുള്ള വെർഷൻ എന്ന് പറയുന്നത് 8GB RAM 256GB ഇന്റേണൽ വെർഷനാണ്. റിയൽമിയുടെ ഈ വെർഷൻ്റെ വില വരുന്നത് 40,999 രൂപയാണ്. വൺ പ്ലസിൻ്റെ ഈ വെർഷൻ്റെ വില വരുന്നത് 42,999 രൂപയാണ്. അപ്പോൾ സെയിം വെർഷൻസിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ റിയൽമിക്കാണ് വില കമ്പാരിറ്റീവ്ലി കുറവ്. പക്ഷേ ഒരു കാര്യം എന്താ വെച്ചാൽ വൺ പ്ലസിൽ 8GB RAM 128GB ഇന്റേണൽ വെർഷൻ വരുന്നുണ്ട്. ഇതിൻ്റെ വില 39,999 രൂപയാണ് വരുന്നത്. അപ്പം വൺ പ്ലസിൻ്റെ ബേസ് വേരിയൻറ്റ് നമുക്ക് കുറച്ചും കൂടി കുറഞ്ഞൊരു പ്രൈസ് റേഞ്ചിൽ കിട്ടുന്നുണ്ട്. പിന്നെ റിയൽമിയിൽ 12GB RAM 256GB ഇന്റേണൽ വെർഷൻ വരുന്നുണ്ട്. ഇതിൻ്റെ വില വരുന്നത് 42,999 രൂപയാണ്. അതുപോലെ തന്നെ 16GB RAM 512GB ഇന്റേണൽ വെർഷൻ വരുന്നുണ്ട്. ഇതിൻ്റെ വില വരുന്നത് 44,999 രൂപയാണ്. വൺ പ്ലസിൽ ഇത് കൂടാതെ 16GB RAM 256GB ഇന്റേണൽ വെർഷൻ വരുന്നുണ്ട്. ഇതിൻ്റെ വില വരുന്നത് 45,999 രൂപയാണ്. വിലയുടെ കാര്യം പറയുമ്പോൾ രണ്ട് കാര്യങ്ങൾ പറയേണ്ടതുണ്ട്. ഇപ്പോൾ സെയിം വെർഷൻസിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ റിയൽമിക്കാണ് വില കമ്പാരിറ്റീവ്ലി കുറവ്. പക്ഷേ ബേസ് വേരിയൻറ്റ് എത്ര രൂപയ്ക്ക് കിട്ടും എന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വൺ പ്ലസ് നമുക്ക് കുറച്ചും കൂടി കുറഞ്ഞൊരു പ്രൈസ് റേഞ്ചിൽ കിട്ടുന്നുണ്ട്. എന്തായാലും ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ റിയൽമിയിൽ നമുക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള പീക്ക് ബ്രൈറ്റ്നസ്സും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വെയിറ്റ് കമ്പാരിറ്റീവ്ലി കുറവാണ്. കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള IP65 റേറ്റിംഗ് ഇതിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു ഫോണിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു പ്രോസസ്സറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ UFS 4.0 സ്റ്റോറേജ് ടൈപ്പും ഇതിൽ വരുന്നുണ്ട്. പിന്നെ ഈ ഒരു ഫോണിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ക്യാമറ പെർഫോമൻസും കാര്യങ്ങളൊക്കെ നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു ചാർജിങ് സ്പീഡും കൊടുത്തിട്ടുണ്ട്. പിന്നെ സെയിം വെർഷൻസിൻ്റെ കാര്യത്തിൽ വില കമ്പാരിറ്റീവ്ലി കുറച്ചൊന്ന് കുറവാണ്. വൺ പ്ലസിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം OTT പ്ലാറ്റ്ഫോംസിലൊക്കെ ഡോൾബി വിഷൻ്റെ സപ്പോർട്ടും 10-bit ഡിസ്പ്ലേയുടെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അലേർട്ട് സ്ലൈഡർ എന്നുള്ള ഫീച്ചർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഫോണിൽ അലൂമിനിയം ഫ്രെയിമും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഫോണിൽ നമുക്ക് ഡോൾബി അറ്റ്മോസിൻ്റെ സൗണ്ട് ലഭിക്കുന്നുണ്ട്. പിന്നെ ബേസ് വേരിയൻറ്റ് നമുക്ക് 40,000 രൂപ പ്രൈസ് റേഞ്ചിൽ തന്നെ കിട്ടുന്നുണ്ട്. അപ്പം ഇതൊക്കെയാണ് ഈ രണ്ട് ഫോണിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. ഈ രണ്ട് ഫോണുകളിൽ നിങ്ങൾ ഏത് ഫോൺ സെലക്ട് ചെയ്യും എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പം എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ റിയൽമി GT6 ആയിരിക്കും സെലക്ട് ചെയ്യുക. കാരണം കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു പ്രോസസ്സറും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. പിന്നെ ക്യാമറ എന്നുള്ളത് എനിക്ക് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമല്ല. എന്നാലും അത് ബോണസ് ആയിട്ടുള്ള ഫീച്ചറാണ് എന്നൊക്കെ പറയാവുന്നതാണ്. എന്തായാലും നിങ്ങളുടെ ഒരു അഭിപ്രായം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.